ബബബ നമ്മുടെ പേട്ടൻ ദിലീപ് ഏട്ടൻ ദ റിയൽ ഓജി മോഹൻലാൽ ജി പടം ബബബ എന്തൊക്കെ ആയിരുന്നു ഈ സിനിമ. ആരും കാണരുത്, ഈ സിനിമ ബോയ്ക്കോട്ട് ചെയ്യണം. 4-3-7 പേരാണോ ഒരു സിനിമ ഹിറ്റ് ആവണോ, ഒരു സിനിമ കളിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്? മാത്തമാറ്റിക്സിൽ പുതിയ ഇക്വേഷൻ വന്നോ? 4+3 = ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങേർക്ക് ഈ ജനപ്രിയ നായകൻ ആ ടൈറ്റിൽ കിട്ടിയത് അല്ലെങ്കിൽ ആ ടാഗ് ലൈൻ കിട്ടിയത് വെള്ളയപ്പങ്ങാടി പോയിട്ട് വെള്ളയപ്പം 10 റുപ്യക്ക് വെള്ളയപ്പം വിറ്റിട്ടല്ല, ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ്. ആൻഡ് ഈ 8-9 കൊല്ലത്തിന്റെ ഇടയിൽ ദിലീപിന്റെ കുറെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ പോയി കണ്ടവരാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുന്നു. വാട്ട്സ് യുവർ സ്റ്റാൻഡേർഡ് ആക്ച്വലി? either you should have a single stand or double stand. ബസ് സ്റ്റാൻഡ് വേണ്ട, കേരളത്തിൽ ഇഷ്ടം പോലെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അല്ലെങ്കിൽ KSRTC ആയിട്ട് പുതിയൊരു MOU സൈൻ ചെയ്യും. ഈ 8-9 കൊല്ലം ഇറങ്ങിയ സിനിമകൾ കാണുമ്പോൾ അവർക്കാർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരാള് കുറ്റവാളി അല്ല വന്നിട്ട് വെറുതെ വിട്ടപ്പോ ഞങ്ങൾ സിനിമ കാണില്ല എന്ന്. ഏത് യൂണിവേഴ്സ് ഇതൊക്കെ? ഏത് യൂണിവേഴ്സ് അറിയാനായിട്ട് ചോദിക്കുകയാണ്. ആൻഡ് the court should take action against all these people. കാരണം കോർട്ടിന്റെ ഒരു ജഡ്ജ്മെന്റിനെ ഇവർ ക്വസ്റ്റ്യൻ ചെയ്യാണ്. പലരും പറഞ്ഞു വെൽ ക്രാഫ്റ്റഡ് സ്ക്രീൻ പ്ലേ, എന്താ അവർക്കെതിരെ കേസ് എടുത്തൂടെ? കോർട്ടിന്റെ ഒരു വേർഡിക്റ്റിനല്ലേ അവർ ക്വസ്റ്റ്യൻ ചെയ്യണപ്പോ. ആൻഡ് ലാലേട്ടൻ പോസ്റ്റർ ഷെയർ ചെയ്തു, ലാലേട്ടൻ കൂടെ അഭിനയിച്ചു. മോഹൻലാൽ ഓർ മമ്മൂട്ടി ചോദിക്കുമ്പോൾ ഉർവശി എന്ന് പറയുന്ന ഒരു ലോഡ് ടീംസ് ഉണ്ട് ഈ 4+3. ആൻഡ് ആ ഉർവശി ദിലീപ് ഏട്ടന്റെ ഒപ്പം 2 പടം ഈ അടുത്ത കാലത്ത് അഭിനയിച്ചു. എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തില്ല? ഈ മോഹൻലാലിന്റെ നെഞ്ഞത്ത് കയറാൻ നിൽക്കുന്ന സമയം ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഉർവശിയെ പോയി ക്വസ്റ്റ്യൻ ചെയ്തില്ല? അതാണ് ഞാൻ പറയുന്നത്. ഇത് യു ഷുഡ് ഹാവ് എ സിംഗിൾ സ്റ്റാൻഡ് ഓർ ഡബിൾ സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ് വേണ്ട, കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഈ സിനിമ പറയുന്ന സാധനത്തിന് സിനിമയായിട്ട് കാണുക. ആൻഡ് ഇവരല്ല തീരുമാനിക്കുന്നത് ഏത് സിനിമ കാണണം വേണ്ട എന്നൊക്കെ. രാമലീല ദിലീപിന്റെ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റിൽ ഇറങ്ങിയ പടമാണ്. അത് പീപ്പിൾ അക്സെപ്റ്റൻസ് നേടിയില്ലേ, ഹിറ്റായില്ലേ? കാരണം നല്ല സിനിമ എവിടെ വന്നാലും ആരുടെ ആണെങ്കിലും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. ആൾക്കാർ ഭൂരിഭാഗം പേരും സിനിമയായിട്ടാണ് കാണുന്നത്. ഇപ്പൊ മോഹൻലാലിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. മോഹൻലാൽ വീട്ടിൽ എത്ര പുള്ളപ്പടിക്കും പുഷപ്പടിക്കും അത് നോക്കിയിട്ടാണ്? അല്ല. ആക്ടർ മോഹൻലാൽ, ആക്ടർ ദിലീപ്, ആക്ടർ മമ്മൂട്ടി, ഇവരെയൊക്കെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്, അവരുടെ പെർഫോമൻസ്. ഈ റിയൽ ലൈഫ് എന്ന് ഒരു എസ്കേപ്പ് പറഞ്ഞ സാധനമാണ് സിനിമ. അപ്പൊ അത് നമ്മളെ എത്രത്തോളം എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, നമുക്ക് എത്രത്തോളം റിയൽ ലൈഫിൽ നിന്ന് ഒരു എസ്കേപ്പ് കിട്ടുന്നുണ്ട്, ഇതൊക്കെയല്ലേ നോക്കുക. അല്ലാതെ വന്നിട്ട് ആൻഡ് ഐ ആം 100% ഷുവർ ഇപ്പൊ ലാലേട്ടൻ ഈ സിനിമയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ കളിക്കാൻ പോലും ഇവർ സമ്മതിക്കില്ല. മോഹൻലാൽ ഉണ്ടെങ്കിൽ പണി നടക്കില്ല മക്കളെ. കാരണം അങ്ങേര് അസോസിയേഷൻ ഉണ്ട്, അങ്ങേര് ചുമ്മാ വെറുതെ ഇരുന്ന് പറയല്ല എനിക്ക് എന്റെ പിള്ളേരുണ്ടടാന്ന്. മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ അത്രയും സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഒരു കളി നടക്കില്ല. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഒരു ഹർത്താൽ ദിനത്തിൽ ഉണ്ടായത്. എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. സോ സിനിമയായിട്ട് കാണുക, വേണ്ടവർ കാണുക, വേണ്ടാത്തവർ കാണണ്ട. കാണാൻ ഇവിടെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇറ്റ്സ് യുവർ പേഴ്സണൽ ചോയ്സ്. പക്ഷെ ഒരാളെ ഫോഴ്സ് ചെയ്ത് ഇത് ബോയ്ക്കോട്ട് ചെയ്യിപ്പിക്കണം, ഇത് ആരും കാണരുത് പറയാനുള്ള റൈറ്റ് ഒന്നും ആർക്കും ഇല്ല. അവനവൻ സിനിമ കാണാൻ പോണ്ട്, അവനവന്റെ കാശ് കൊണ്ടാണ്, നാട്ടുകാരുടെ ഒത്താശയും അതേപോലത്തെ പൈസയും കൊണ്ടിട്ടൊന്നല്ല. And now let's talk about Baba. Welcome to the world of madness. So പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ, മമ്മൂട്ടി, ദിലീപ് ഇതായിരുന്നു ടോപ്പ് 3. ഇപ്പൊ ലാലേട്ടൻ, മമ്മൂട്ടി അവിടെ തന്നെ ഉണ്ട്, ദിലീപ് ഏട്ടൻ മാത്രവുമില്ല. ആൻഡ് ആ പൊസിഷനിൽ വേറെ ആൾ വന്നിട്ടുമില്ല. ആൻഡ് ഹി ഈസ് കമ്മിങ് ബാക്ക്. ആൻഡ് നൗ ദിസ് ഈസ് ഹിസ് കം ബാക്ക്. ഡെഫിനറ്റ്ലി ഇത് അങ്ങേരെ കം ബാക്ക് പടം തന്നെയാണ്. ദിസ് എ വേൾഡ് ഓഫ് മാഡ്നെസ് ആണ്, മാസ് അല്ല. അത് മനസ്സിൽ വെക്കണം. മാസും മാഡ്നെസ്സും തമ്മിൽ കുറെ വ്യത്യാസമുണ്ട്. ഈ സിനിമ കാണാൻ പോണതിന് മുമ്പ് ആദ്യം ബ്രെയിൻ എടുക്കുക. സർഫ് എക്സൽ, ടൈഡ്, ഏരിയൽ, ഈവൻ ഉജാല എങ്കിൽ ഉജാല, ഇതിൽ ഏതെങ്കിലും ഒന്ന് മുക്കി വെച്ചിട്ട് അയയിൽ ഉണക്കാൻ ഇട്ടിട്ട് പോവാ. 2.5 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ വരുന്നു, എടുത്ത് ഫിറ്റ് ചെയ്യുന്നു. കാരണം ഇതൊരു നോ ബ്രെയിനർ അല്ലെങ്കിൽ സീറോ ലോജിക് പടമാണ്. അതിൽ കൊണ്ടുപോയിട്ട് E=MC² നോക്കാൻ പോണേക്കാളും നല്ല വീട്ടിലിരിക്കുന്നതാണ്. സോ അവർ ആദ്യം തന്നെ പറയുന്നത് ഇതിൽ കഥയും പരിപാടിയും ഒന്നല്ല, ഇതൊരു സ്പൂഫ് പടം അല്ലെങ്കിൽ റെഫറൻസുകളുടെ ഒരു അഴിഞ്ഞാട്ടം. അങ്ങനത്തെ ഒരു പടമാണ് നിങ്ങളുടെ കപ്പ് ഓഫ് ടീ എങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ദിസ് ഓർ എൽസ് സ്റ്റേ അവേ. പ്ലീസ് സ്റ്റേ അവേ. കാരണം അവർ ഓൾറെഡി വാർണിംഗ് തന്നിട്ടുണ്ട്. ഇനിയിപ്പോ വന്നിട്ട് ഇതിൽ കഥയില്ല, മറ്റേ ഡിസ്റ്റൻസ് സ്പീഡ് ബൈ ടൈം പറയുന്ന സാധനം ശരിയല്ല, സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം പറയുന്ന സാധനം ശരിയായില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കിടുവായിരുന്നു. ലിറ്ററലി എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയത്. റെഫറൻസുകളുടെ ഒരു പെരുമഴയായിരുന്നു ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ്. പിന്നെ ഇങ്ങേരെ പഴയ പടങ്ങളിലെ ഈ മറ്റേ സോങ്സ് ഒക്കെ റീമിക്സ് ചെയ്തിട്ടൊക്കെ നല്ല രസമായിരുന്നു. നമ്മുടെ ദിലീപ് ഏട്ടന്റെയും അതേപോലെ ബൈജു ചേട്ടന്റെയും ദേവ്ജിയുടെയും ഒരു അഴിഞ്ഞാട്ടം, അതായിരുന്നു ഫസ്റ്റ് ഹാഫ്. എനിക്ക് സമയം പോയത് പോലും അറിഞ്ഞില്ല.
ആൻഡ് ബൈജു ചേട്ടാ, ആന്റിയുടെ സ്പെല്ലിംഗ് AUNTY ആണ്, ANDI അല്ല. നിങ്ങൾ അതെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പേരിൽ അടുത്ത കേസ് വരും. ഇപ്പൊ എന്റെ പൊന്നാണ്, ഇത്രയും പ്രായമില്ലേ, AUNTY ആണ് ആന്റിയുടെ സ്പെല്ലിംഗ് അറിയില്ല. അടുത്ത നൂലാമാല എടുത്ത് തലയിൽ വെച്ചോ, അത്രേ പറയാനുള്ളൂ. സോ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ദ റിയൽ OG മോഹൻലാൽ ജി. അങ്ങേരുടെ ഒരു ഓറയുണ്ട് മോനെ, ഓറ, സ്ക്രീൻ പ്രസൻസ് കിട്ടുമായിരുന്നു. അണ്ണാ നിങ്ങൾ നിങ്ങളുടെ പടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യണ്ണ. അങ്ങേരെ പ്രസന്റ് ചെയ്ത സമയത്ത് ഹോൾ തിയേറ്റർ ഇറപ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഈ സിനിമ കാണുകയെന്ന് വെച്ചാൽ കിടു ഓഡിയൻസിനൊപ്പം ഇരുന്ന് കാണാം. ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള തിയേറ്ററിലാണെങ്കിൽ ഭയങ്കര പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററിലൊക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞു വെച്ചാൽ വൺ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന പടമാണ്. അറ്റ് ദ സെയിം ടൈം ഇതിന്റെ മ്യൂസിക് വർക്ക് വൻ ശോക പരിപാടിയായിരുന്നു. ഞാൻ പറഞ്ഞേ റീമിക്സ് പരിപാടിയൊക്കെ കൊള്ളായിരുന്നെങ്കിലും മോഹൻലാലിനെയൊക്കെ കാണിക്കുമ്പോൾ ബോളിവുഡിലെ GBU ആ ഒരു ഗൂസ് ബംസ് സാധനമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്ത്. പക്ഷെ ഈ ചെണ്ടമേളം എന്തൊക്കെയോ കാണിച്ചിട്ട് കൊളാക്കി. ആ മ്യൂസിക് പരിപാടി വൻ ശോകമായിരുന്നു. ഇതിൽ എത്ര മാസ് മൊമെന്റ്സ് ഉണ്ടെന്ന് അറിയാം. ലാലേട്ടൻ മുണ്ട് മടക്കുന്ന സീന്, മുണ്ട് ഊരി അടിക്കുന്ന സീൻ, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. അതിനൊക്കെ വല്ല ജെയ്ക്സ് പിച്ചോയ അനിരുദ്ധൊക്കെ ആണെങ്കിൽ തിയേറ്റർ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിണ്ടാവും. ആജാതി പെട സംഭവമായനെ. ഇതിലത്തെ മ്യൂസിക് വർക്ക് വൻ ശോകമായിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കര ആവറേജ് ആയിട്ട് തോന്നി. സ്റ്റിൽ ഞാൻ മോശമാണ് പറയില്ല, കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന മാഡ്നസ്, റെഫറൻസ്, സ്പൂഫ് പരിപാടി അതൊക്കെയാണ്. പക്ഷെ ലാലേട്ടന്റെ ആ ഒരു മ്യൂസിക് എങ്കിലും കുറച്ചും കൂടി കിടുവാക്കായിരുന്നു. ടുവേർഡ്സ് ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ശോകം തന്നെയായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ ഇല്ല പറയില്ല. ക്ലൈമാക്സ് ഒക്കെ ശോകം പരിപാടി തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞ ആ മ്യൂസിക് വർക്ക് ഒന്നും കൂടി അടിപൊളിയായിരുന്നു വെച്ചാൽ പടം നന്നായി കയറിപ്പോയേനെ. പക്ഷെ ഒരു ടൈലന്റ് പരിപാടിയായിട്ടൊക്കെ വരുന്നതൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. ഇതിൽ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ അവരുടെ ഒരു കോംബോ രസമുണ്ടായിരുന്നു. ഇതിൽ അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ടു മീ പേഴ്സണലി ഇത് ദിലീപ് ഏട്ടന്റെ ഒരു കംബാക്ക് തന്നെയാണ്. പക്ഷെ എനിക്ക് സെക്കൻഡ് ഹാഫ് ഭയങ്കര മിഡായി തോന്നിയുണ്ട്. ഒരു ആവറേജ് പടം എന്ന് ഞാൻ പറയുള്ളൂ. സ്റ്റിൽ ലാലേട്ടനൊക്കെ കാണണം, വേണമെങ്കിൽ പോയി കാണാം. അജാതി സംഭവമൊക്കെ ഉണ്ട്, സംഭവം ഇറുക്ക്. സോ വേണ്ടവർ കണ്ടു നോക്കുക. ടു മീ പേഴ്സണലി ദിസ് ഇസ് എൻ ആവറേജ് മാഡ്നസ്. ബട്ട് ഞാൻ ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ വാച്ച് റെക്കമെൻഡ് ചെയ്യുന്ന പടമാണ്. ഗോ ട്രൈ ഇറ്റ് ഔട്ട്.